നമസ്കാരം. കഴിഞ്ഞ മണിക്കൂറിൽ കണ്ട ഒരു ഗംഭീര വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. സത്യത്തിൽ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാലും ചെയ്യടാ 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 എന്ന് പറഞ്ഞ് നമ്മുടെ സുഡാപ്പി കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ഓരോ വീഡിയോയ്ക്കും പ്രചോദനം എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. മാത്രമല്ല അവരോട് അതിന് നന്ദി പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾക്കറിയാം ഇന്നിപ്പോൾ പെരുന്നാളാണ്, മുസ്ലിങ്ങളുടെ ആഘോഷ ദിനമാണ്. അതിന്റെ ഈദ്ഗാഹ് എന്നാൽ പെരുന്നാൾ നമസ്കാരമൊക്കെ നടന്നുകൊണ്ടിരുന്ന് ഇന്നിപ്പോൾ വയറുമുട്ട ഈ പറയുന്ന 10-30 ദിവസം തൊപ്പിയും ധരിച്ച് നോമ്പ് നോറ്റാം അവരുടെ ആ ഒരു ആഘോഷത്തിന്റെ ദിനം തന്നെയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കൃത്യമായിട്ടും ഈ ഒരു വിഷയം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് ഇത് ചെയ്യുക എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്നുമല്ല, ഇത് റിയൽ കേരള സ്റ്റോറി. മഞ്ചേരിയിൽ CSI പള്ളി മൈതാനത്ത് ഈദ്ഗാഹ് എന്നൊരു വാർത്ത നിങ്ങളെല്ലാവരും കഴിഞ്ഞ മണിക്കൂറിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. മഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും അങ്ങനെ വല്ലാതെ ഒന്നൊരു പിടിപാടുണ്ടായിരിക്കില്ല. പക്ഷെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സത്യസരണി എന്ന് പറയുന്ന ഇസ്ലാമിക മതഭീകരന്മാരുടെ കൺവേർഷൻ സെന്റർ, മതം മാറ്റ കേന്ദ്രമൊക്കെയുള്ള ഈ ഒരു സ്ഥലം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനാവും എന്താണ് ഈ പറയുന്ന മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് അറിയുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കാരണം ഞാനൊരു മലപ്പുറം നിലമ്പൂർ സ്വദേശിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വാർത്തയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ സമയത്ത് ചെയ്യുന്നത്. ഞാൻ തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമധ്യയാണ്, അതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല ഈ വീഡിയോ ചെയ്തിട്ട് ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചത്. ഈ മഞ്ചേരിയിൽ നടന്ന, അതായത് ക്രൈസ്തവ പള്ളിയാണ്, CSI പള്ളി മൈതാനത്ത്, അവിടുത്തെ ഒരു പള്ളി മൈതാനത്താണ് ഇത് നടന്നത്. ഇത് കൃത്യമായിട്ടും ഇതൊരു ഷോ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ പറയുന്നവനെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ കണ്ടു ഒരു ക്ഷേത്രത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ. അതായത് മുസ്ലിങ്ങളുടെ നോമ്പുതുറ ഒരു ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്നു. അവിടെ വലിയ മതേതരത്വം വിളമ്പിക്കൊണ്ട് ഇതാണ് കേരള, റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ ഇതാ ഒരു പള്ളി മൈതാനത്ത് ഇതാ ഞങ്ങൾ ഈദ്ഗാഹ് നടത്താൻ വേണ്ടി ക്രൈസ്തവ പള്ളി ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു, ഇതാണ് യഥാർത്ഥത്തിലെ കേരള റിയൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു. എന്താണ് സത്യത്തിൽ റിയൽ കേരള സ്റ്റോറി? അത് തന്നെയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ എല്ലാവരും കണ്ടത്. എന്തിനാണ് ഇവർ ഇത്ര കണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ ഭയക്കുന്നത്? ഇസ്ലാമിക ജിഹാദികൾ ഇവിടെ ലവ് ജിഹാദ് നടത്തിക്കൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ വലവീശി പിടിച്ചുകൊണ്ട് ISIS എന്ന് പറയുന്ന കൊടും ഭീകര സംഘടനയ്ക്ക് കൈമാറി ഭീകര പ്രവർത്തനത്തിന് വേണ്ടി അവരെ കൊണ്ടുപോവുക, അവർക്ക് ഇവനിലൊക്കെ ഉണ്ടാവുന്ന ബീജം വിത്ത് മുളപ്പിച്ചുകൊണ്ട് അതിലുണ്ടാവുന്ന ഈ പറയുന്ന ഭീകര കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോകത്തിനാകമാനം സമാധാനം എന്ന് പറയുന്ന 4 അക്ഷരം നശിപ്പിച്ചുകൊണ്ട് ലോകത്ത് അസമാധാനം സൃഷ്ടിക്കുക, ലോകത്തിനെതിരെ യുദ്ധം ചെയ്യുക, ഇസ്ലാമിക രാജ്യം ലോകത്താകമാനം ഇസ്ലാമിക രാജ്യമായി മാറണമെന്ന ആ കൺസെപ്റ്റോടുകൂടി നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയം നടിച്ചു കൊണ്ടുപോവുക, അതിനുശേഷം ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നത് തന്നെയാണ് കേരള റിയൽ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലുള്ളത്. എന്തിനാണ് ഇവർ ഇത്ര കണ്ട് ബേജാറാവുന്നത്? എന്തിനാണ് ഇവർ ഇത്ര കണ്ട് അസഹിഷ്ണുക്കളാവുന്നത്? കാരണം ഒരു യഥാർത്ഥ കാര്യം തന്നെയല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്കറിയാം എത്രയോ എണ്ണിയാലൊടുങ്ങാത്ത പെൺകുട്ടികളെ, നിമിഷ ഫാത്തിമ അടക്കമുള്ള പെൺകുട്ടികളെ എത്രയോ ആളുകളെ ഇതുപോലെ ISISന് വേണ്ടി കൊണ്ടുപോയി കൂട്ടിക്കൊടുത്തില്ലേ. എന്നിട്ടോ അവർ ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി ISISന് പെറ്റുകൂട്ടാൻ വേണ്ടിയുള്ള യന്ത്രങ്ങളായി മാറിയപ്പോൾ അവർക്ക് അവസാനം മടുത്ത് ഭാരതത്തിലെ യഥാർത്ഥ ഈ പറയുന്ന സുഖം എന്തെന്ന് മനസ്സിലാവുകയും എന്താണ് യഥാർത്ഥ ഈ മതം മാറ്റത്തിലൂടെ അവർക്ക് സംഭവിച്ചതെന്നും അനുഭവിക്കുകയും ചെയ്തപ്പോൾ തിരിച്ച് ഭാരതത്തിലേക്ക് വരാൻ വേണ്ടി മുറവിളി കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഒരെണ്ണമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി. ഈ കേരള സ്റ്റോറിയിൽ ഇത്തരത്തിൽ ലവ് ജിഹാദിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ISIS കൊടും ഭീകരന്മാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന് കഥ പറയുമ്പോൾ അതിൽ പറയുന്ന കണക്കുകൾ ചിലപ്പോൾ ഒരു പക്ഷെ പെരുപ്പിച്ച് പറയുന്നുണ്ടായിരിക്കാം. 10,000 20,000 എന്നൊക്കെ കണക്കുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആധികാരികമായിരിക്കില്ല. പക്ഷെ ഒരെണ്ണമെങ്കിലും പോയിട്ടുണ്ടോ? ഒരെണ്ണമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് കേരള ജനത മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൈന്ദവ ക്രൈസ്തവ സമൂഹം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ക്രൈസ്തവ സമൂഹം കൃത്യമായിട്ടും ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇവർ അവരുടെ സഭകളിലൂടെ 10ാം ക്ലാസ്സും +1 +2 കുട്ടികൾക്കൊക്കെ ഈ ലവ് സ്റ്റോറി, ഈ ഇവർ പറയുന്ന ലവ് സ്റ്റോറി എന്ന് പറയുന്ന വാഴ്ത്തുന്നുണ്ടല്ലോ, ഈ കേരള സ്റ്റോറി കൃത്യമായിട്ട് സിനിമ കാണിച്ചു കൊടുക്കുന്നു. ഇതുപോലെ ചതിക്കുഴികളിൽ പെടരുത് എന്നവർക്ക് അവരുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ ബോധവൽക്കരിക്കുന്നു. അതിനെതിരെയാണ് കൃത്യമായിട്ടും ഇന്ന് ഒരു പള്ളി മൈതാനത്ത് തന്നെ ഞങ്ങൾ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു എന്ന വലിയ വാർത്ത മാതൃഭൂമി ചാനലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിക്ക് അല്ലെങ്കിൽ ഈ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ എഴുതുമ്പോൾ 100 നാക്കാണ് എന്ന് നമ്മൾ കാണാറുണ്ട്. എന്ത് കൂട്ടിക്കൊടുപ്പ് നടത്തിയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കാശുണ്ടാക്കണമെന്ന മാധ്യമ പ്രവർത്തന മേഖലയിൽ ഇന്ന് ചടുലമായി മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു
ഇഷ്ടമുണ്ടല്ലോ, അത് കൃത്യമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ മാതൃഭൂമിയുടെ ഈ വാർത്തയുടെ ഉള്ളുകള്ളികളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ മതി. കാരണം ഇതിനെ ഏതെങ്കിലും ഒരാൾ പട്ടിഷോ എന്ന് പച്ചയ്ക്ക് വിളിച്ചാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക? അതിന് നമ്മൾ ഉത്തരം തേടേണ്ടത് സുഡാപ്പികളോടാണ്, ഈ ഭൂലോകത്തുള്ള മൊത്തത്തിൽ സുഡാപ്പികളോടാണ്. കാരണം സുഡാപ്പികളെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഹിന്ദു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നോമ്പുതുറ സംഘടിപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ തയ്യാറായി എന്ന വാർത്ത നിങ്ങൾ പ്രചരിപ്പിച്ചല്ലോ, അത് അത്ര കണ്ട് ആഘോഷിക്കപ്പെട്ടല്ലോ, നടന്ന കാര്യമാണ്, നിങ്ങൾ ആഘോഷിച്ചോളും. ഇതേപോലെ CSI പള്ളി മൈതാനത്ത് ഈദ്ഗാഹ് നടത്താൻ ഞങ്ങളെ ക്രൈസ്തവ പള്ളി അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളുമ്പോൾ അവിടെ ചെറുതാവുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ പട്ടിഷയ്ക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു വെല്ലുവിളി മാത്രമേ ഞാൻ ഇവിടെ നടത്തുന്നുള്ളൂ. ഒരു ക്രിസ്മസ് ആഘോഷം, ഒരു ഓണാഘോഷം നിങ്ങളുടെ മുസ്ലിം മോസ്കിൽ, മുസ്ലിം പള്ളിയിൽ നടത്താൻ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ? ഇതിന് ചോദിക്കേണ്ട ഭാഷ വേറെയാണ്. ഡാഷിന് ഉറപ്പുണ്ടല്ലോ നടത്തി കാണിക്കുന്ന വെല്ലുവിളിയോടെ വെക്കുകയാണ്. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഇതിലെ മതേതരത്വം വിളമ്പിക്കൊണ്ട് അമ്പലത്തിൽ നോമ്പുതുറയും ഈ പള്ളി മൈതാനത്ത് ഈദ്ഗാഹും, CSI പള്ളി മൈതാനത്ത് ഈദ്ഗാഹും നടത്തിയെന്ന് ആഘോഷിക്കാവൂ. കാരണം ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്നും ഇന്നും അന്നും എല്ലാ കാലത്തും ഒരേപോലെ തന്നെയാണ്. അവർ ഒരിക്കലും മുസ്ലിമിനെയും ക്രൈസ്തവനെയും ഹിന്ദുവിനെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാൻ നിങ്ങൾക്കാവുമോ? അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ, സാക്ഷ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഒരു മുസ്ലിം പള്ളിയിൽ നിങ്ങൾ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുമോ? ഇനി വേണ്ട, 14-ാം തീയതി ആയാൽ വിഷു വരികയാണ്, ഒരു വിഷു ആഘോഷം നമുക്ക് അങ്ങോട്ട് സംഘടിപ്പിച്ചാലോ? ഒരു ക്രൈസ്തവരുടെ ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, ഒരു ആഘോഷം നമുക്ക് സംഘടിപ്പിച്ചാലോ? പറ്റില്ല അല്ലേ? അത് നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അത് ഹറാമാണ്. ബഹുദൈവ വിശ്വാസികളെ കാണുന്നിടത്ത് വെച്ച് എറിഞ്ഞും വെട്ടിയും കുത്തിയും കൊല്ലണം എന്ന് ഞമ്മന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മതേതരമല്ല, അത് ഹറാമാണ്, അത് ഞമ്മന്റെ പള്ളിയിൽ പറ്റില്ല. പക്ഷെ ഞമ്മന്റെ ആഘോഷം പൂർണ്ണമായിട്ടും ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലായാലും ക്രൈസ്തവന്റെ ചർച്ചിലായാലും അനുവദിക്കണം. അത് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ട് പ്രചരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇതിന് ന്യായീകരണമായി പറയുന്നത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ ഒരു കാര്യമൊക്കെയാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്കിന് അതിന് തെളിവ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒന്ന് തന്നെയാണ്. അതൊരു വാക്ക് മാത്രമാണ്, അതൊരു സംഭവമായതുകൊണ്ട് അതിന് തെളിവില്ല, അങ്ങനെ ഒന്നില്ല എന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റാറുണ്ടല്ലോ ചാനലുകളിലൊക്കെ വന്നിരുന്നു കൊണ്ട്. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലവ് ജിഹാദ് ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം അത് നടത്തുന്നവർക്ക് ഒരിക്കലും അത് സമ്മതിക്കില്ലല്ലോ. ഒരു കള്ളൻ ഒരിക്കലും ഞാൻ കട്ടു എന്ന് സമ്മതിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഒരു കുറ്റവാളി ഒരിക്കലും ഞാൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കില്ല. അത്ര കോമൺ സെൻസ് നിങ്ങളുടെ ഈ എതിർപ്പിനുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നും അത്തരത്തിൽ ഒരുപാട് നിമിഷ ഫാത്തിമമാർ ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളതും എല്ലാം ഈ കേരള ജനതയ്ക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതിനെ പട്ടിഷോ എന്ന് മാത്രമേ വിളിക്കാനാവുകയുള്ളൂ. ഇനി ഇത് പട്ടിഷോ അല്ല, ഞങ്ങൾ യഥാർത്ഥ മതേതരമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് വീണ്ടും നിങ്ങളെ, ഒരു ഓണാഘോഷം, ഒരു ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ മുസ്ലിം പള്ളി മൈതാനത്തായിക്കോട്ടെ, പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒന്ന് നടത്തി കാണിക്ക്. എന്നിട്ട് പോരെ ഈ CSI പള്ളി മൈതാനത്ത് ഈദ്ഗാഹ് ഞങ്ങൾ നടത്തി, ക്ഷേത്രാങ്കണത്തിൽ ഞങ്ങൾ നോമ്പുതറ തുറന്നു എന്ന് കണ്ട് ആവേശം കാണിക്കേണ്ടത് എന്ന് ഓരോ മലയാളിയും ഓരോ ഹൈന്ദവ ക്രൈസ്തവനും സംശയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൊണ്ട്, ഇന്നിപ്പോൾ നോക്കൂ, കഴുത്തിൽ പ്ലാക്കാർഡ് തൂക്കിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലെ തൂക്കിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ മതമാണ് എന്ന് ലോകത്തിന് മുൻപിൽ പരസ്യം ചെയ്യേണ്ട അവസ്ഥ ഏതെങ്കിലും ഒരു മതത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് മതമാണ് എന്ന് ഞാനിവിടെ പറയുന്നില്ല, പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ഈ പട്ടിഷോ പരിപാടികളൊക്കെ നിർത്തിക്കൊണ്ട് യഥാർത്ഥ മതേതരത്വം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ലോകത്തിന് മുൻപിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ മതവർഗീയതയും മത അസഹിഷ്ണുതയും കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ തലച്ചോർ, മദ്രസ കിതാബ് പഠിച്ചുള്ള നിങ്ങളുടെ ആ തലച്ചോറുണ്ടല്ലോ, അതിലേക്ക് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇത്തിരി മരുന്നെങ്കിലും ഇനി വരുന്ന കുരുന്നു മക്കൾക്കെങ്കിലും പകരാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം മദ്രസ വിദ്യാഭ്യാസത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ഇന്ന് ഓരോ മലയാളിക്കും അറിയാം. നിങ്ങൾ പരിശുദ്ധ കിതാബ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കിതാബിനുള്ളിലുള്ളത് എന്താണെന്ന് ഇന്ന് ഓരോ മലയാളിക്കും അറിയാം. പഴയ മലയാളിയല്ല, പഴയ ഹിന്ദുവല്ല, പഴയ ക്രൈസ്തവനല്ല, ഇന്ന് ഈ 2024 ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കാലത്തും എല്ലാ നുണയും പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരുപാട് ആളുകളെ, എല്ലാ ജനങ്ങളെയും പൊട്ടന്മാരാക്കാമെന്ന
നിങ്ങളുടെ ആ ധാരണയുണ്ടല്ലോ, അത് നിങ്ങൾ ഈ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഡാഷിന് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. ഒരു ക്രിസ്മസ് ആഘോഷം, ഒരു ഓണാഘോഷം നടത്തി കാണിക്കണോ, എന്നിട്ട് കാണിക്കുന്നതിന്റെയൊക്കെ ഈ പട്ടി ഷോ എന്ന് ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും ചോദിച്ചാൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല എന്ന് വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.